ഒരു കഷ്ണം റൊട്ടിക്ക് വേണ്ടി സ്വന്തം ജനത തെരുവിൽ അലഞ്ഞിരുന്നപ്പോൾ കൊട്ടാരത്തിലെ ഉള്ളിലിരുന്ന് ആഡംബരത്തിൻ്റെ കേക്ക് തിന്ന ഭരണാധികാരികൾ. അതെ, നികുതി പണം കൊണ്ട് ജനങ്ങളെ ദ്രോഹിച്ച ഒരു രാജഭരണത്തിന് നേരെ പാരീസിലെ തെരുവുകൾ ഒന്നടങ്കം ആയുധമെടുത്തപ്പോൾ പിറന്നത് ലോകചരിത്രത്തിൻ്റെ ഗതിമാറ്റിയ ഫ്രഞ്ച് വിപ്ലവം. വർഷം 1789. ഫ്രാൻസിലെ ജനങ്ങൾ കടുത്ത ദാരിദ്ര്യത്തിലും പട്ടിണിയിലുമായിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം കാരണം കൃഷി നശിച്ചു, ഭക്ഷണ സാധനങ്ങളുടെ വില വാനോളമുയർന്നു. ലൂയി 16 രാജാവും കൂട്ടരും ഇതൊന്നും അറിഞ്ഞതേയില്ല. ജനങ്ങളെ പിഴിഞ്ഞുണ്ടാക്കിയ നികുതി പണം കൊണ്ട് അവർ ആർഭാട ജീവിതം നയിച്ചു. പ്രതികരിച്ചവരെ ജയിലിലടച്ചു. പക്ഷേ അടിച്ചമർത്തലിൽ നിന്നാണ് ആ വിപ്ലവത്തിൻ്റെ തീപ്പൊരികൾ ഉയർന്നത്. പട്ടിണി സഹിക്ക വയ്യാതെ സാധാരണ ജനങ്ങൾ തെരുവിലിറങ്ങി. അവർക്കിടയിൽ സാധാരണക്കാരായ മനുഷ്യർ വിപ്ലവകാരികളായി മാറി. ജനങ്ങളെ സംഘടിപ്പിച്ചു. ലിബർട്ടി, ഇക്വാളിറ്റി, ഫ്രട്ടേണിറ്റി എന്ന ആ 3 വാക്കുകൾ പാരീസിൻ്റെ തെരുവുകളിൽ സിംഹഗർജനം പോലെ അലയടിക്കാൻ തുടങ്ങി. അതൊരു വൻ കൊടുങ്കാറ്റിൻ്റെ തുടക്കമായിരുന്നു. 1789 ജൂലൈ 14 രാജാവിൻ്റെ ക്രൂരതയുടെ പ്രതീകമായിരുന്ന പാരീസിലെ ബാസ്റ്റിൻ കോട്ട ജനക്കൂട്ടം വളഞ്ഞു. തങ്ങൾക്കു നേരെ വന്ന പീരങ്കിയുണ്ടകളെ വകവയ്ക്കാതെ അവർ ആ കോട്ടയുടെ മതിലുകൾ തകർത്തെറിഞ്ഞു. പക്ഷേ ഇവിടെയാണ് ആ രസകരമായ ട്വിസ്റ്റ്. ആയിരക്കണക്കിന് തടവുകാരെ മോചിപ്പിക്കാനാണ് ജനങ്ങൾ കോട്ട തകർത്തതെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. എന്നാൽ കോട്ടയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന വെടിമരുന്നും ആയുധങ്ങളും പിടിച്ചെടുക്കാനായിരുന്നു ആ ആക്രമണം. കോട്ട തകർത്ത് അകത്ത് കയറിയപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് വെറും 7 തടവുകാർ മാത്രമായിരുന്നു. അതോടെ തകർന്നു വീണത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഫ്രഞ്ച് രാജാധിപത്യത്തിൻ്റെ അഹങ്കാരമായിരുന്നു. പിന്നീട് ലോകം കണ്ടത് വിപ്ലവത്തിൻ്റെ നാളുകളാണ്. ചരിത്രത്തിൻ്റെ ഗതി മാറ്റിക്കുറിച്ച ഫ്രഞ്ച് വിപ്ലവം. വിപ്ലവത്തിൻ്റെ പേരിൽ ഈ യന്ത്രം കൊണ്ടുവന്നവർക്കും നേതൃത്വം നൽകിയ വിപ്ലവകാരികൾക്കും ഒടുവിൽ ഇതേ ഗില്ലറ്റിൻ കാരണം തലകുനിക്കേണ്ടി വന്നു. അവർ ഉണ്ടാക്കിയ ഗില്ലറ്റിൻ ഒടുവിൽ അവർക്ക് തന്നെ വിനയമാറി. ജനദ്രോഹ ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ട് ലൂയി 16 രാജാവിൻ്റെയും രാജ്ഞിയുടെയും സ്വേച്ഛാധിപത്യത്തിന് ഫ്രാൻസ് അന്ത്യം കുറിച്ചു. ചോരയും നീരും നൽകി ജനങ്ങൾ പോരാടിയ വിപ്ലവത്തിനൊടുവിൽ ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. ജനശക്തിയേക്കാൾ വലുതായി മറ്റൊന്നുമില്ലെന്നും ലോകത്തിന് കാട്ടിക്കൊടുത്ത മഹത്തായ ജനകീയ മുന്നേറ്റം, ദി ഫ്രഞ്ച് റവല്യൂഷൻ. ഭരണാധികാരികൾ എത്ര ശക്തരായാലും ജനവികാരത്തിന് മുന്നിൽ അവർ മുട്ടുകുത്തേണ്ടി വരും എന്ന് തെളിയിച്ച വിപ്ലവം, ദി ഫ്രഞ്ച് റെവല്യൂഷൻ. ഓർക്കുക, വിപ്ലവം എന്നത് കേവലം ഒരു വാക്കല്ല. അത് അനീതിക്കും അടിച്ചമർത്തലുകൾക്കും എതിരെ പോരാടാൻ ചരിത്രം സാധാരണക്കാരന് നൽകിയ ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ്. സിംഹാസനങ്ങൾ എത്ര ശക്തമായാലും ജനങ്ങളുടെ ഒത്തുചേരലിന് മുന്നിൽ അവ തകർന്നടിയുമെന്ന് തെളിയിച്ച പോരാട്ടം. കാലം എത്ര കടന്നുപോയാലും ലോകത്തെവിടെയും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ജനങ്ങളുടെ ശബ്ദമായ ഈ വിപ്ലവ ചരിത്രം എന്നും ജ്വലിച്ചു തന്നെ നിൽക്കും.